ലാലേട്ടന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്. ലക്ഷ്മി ആണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്, മണിക്കുട്ടനാണെങ്കിലും കുറെ മൂവീസ് അഭിനയിച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നതാണ് ലാലേട്ടൻ എങ്ങനെയാണ് അത് എന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്പെഷ്യൽ ഓർമ്മ ഷെയർ ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് ലക്ഷ്മിക്ക് ഷെയർ ചെയ്യാനുണ്ടോ? രണ്ടുമുണ്ട്, ഇഷ്ടം പോലെ എക്സ്പീരിയൻസസ് ഉണ്ട്. എന്താ പറയണം, സോ മെനി എക്സ്പീരിയൻസസ്. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം ഐ ഡിഡ് ഹി കെയിം ആസ് എ ഗസ്റ്റ് ഇൻ ഊട്ടിയിൽ ഞങ്ങളൊരു പടം ചെയ്തു വിത്ത് ബിജു. ശലഭം പടം അച്ഛനെയാണ് എനിക്ക് ഇഷ്ടം. സോ ഐ got introduced to Lalaton, but after a few years എനിക്ക് മേജർ രവി ഉണ്ടല്ലോ, അവരെനിക്ക് കീർത്തി ചക്രൊക്കെ വിളിച്ചു. അവർ തന്നെ വിളിച്ചു ബിക്കോസ് ഹി ന്യൂ മീ ബിഫോർ ദാറ്റ് ആൻഡ് ഓൾ. സോ ഹി സെഡ് യു കം ഫോർ 5 days, ഹാവ് എ ബ്ലാസ്റ്റ് ആൻഡ് ഗോ. ബട്ട് ഐ മസ്റ്റ് ഷെയർ ഇത് എത്ര കെയറിങ് ആണ് ഈ ആൾ, ഈ സൂപ്പർ സ്റ്റാറിന്. എനിക്ക് ഐ saw it, ബിക്കോസ് എനിക്ക് ആ സോങ് ചെയ്യുമ്പോൾ ഭയങ്കര തലവേദന. ആൻഡ് ദാറ്റ് റിവർ അല്ലേ, ഭാരതിപുര റിവർ, ഭയങ്കര അവിടെ വെള്ളമില്ല, സാൻഡ് നല്ല ചൂട്. എനിക്ക് ഓൾറെഡി ഹെഡേക്ക് ഇഷ്യൂസ് ഉണ്ട്. അവിടെ ഒരു 5 minutes ഹെഡേക്ക് തുടങ്ങി, ഭയങ്കര വെയിൽ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണംക്ക് വി വെന്റ് ടു ലാലേട്ടൻസ് ഗസ്റ്റ് ഹൗസ് ബിക്കോസ് മൈ ഹോട്ടൽ വാസ് വെരി ഫാർ. മീ ആൻഡ് മൈ ഹെയർ ഡ്രസ്സർ ലക്ഷ്മി അമ്മ വി വെന്റ്. ബട്ട് ഞാൻ അവിടെ കണ്ടു, ലാലേട്ടൻ പറഞ്ഞു എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഇവർ കലാ മാസ്റ്റർക്ക് വിളിച്ചിട്ട് ഞങ്ങൾ ഒരു 45 minutes ലേറ്റാണ് വരുന്നുണ്ട്, ലക്ഷ്മിക്ക് ഭയങ്കര തലവേദനയുണ്ട്. എനിക്ക് അവരുടെ റൂം AC റൂമാണ്, ഒരു ഇറ്റ്സ് ലൈക്ക് എ കോട്ടേജ്. എനിക്ക് ആ റൂം കൊടുത്തിട്ട് നീ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് അവർ പുറത്ത് വെറാണ്ടയിലെ ഒരു ഫാന്, നല്ല ചൂട്, അവിടെ ലാലേട്ടൻ ഇരുന്നിട്ട് എനിക്ക് അമൃതാഞ്ജനും എന്താ അതെല്ലാം കൊടുത്തിട്ട് I was thinking ഇത്ര genuinely concerned about another artist and being the superstar that he is. I was thinking it was a very എന്താ പറയാം revelation to see people like this, and after that എത്ര വർഷം ഞങ്ങൾ ചെയ്താലും everywhere you will see that care. Our first time 25 years of ലാലേട്ടൻ്റെ സെലിബ്രേഷൻ ഞാനും വിനീതും ഡാൻസ്. അപ്പോൾ വൺ മോർ ഇൻട്രൊഡക്ഷൻ ടു ലാലേട്ടൻ നദർ അവതാർ. അവിടെ അവർ ഈ ഹോൾ പരിപാടി ഇസ് ഡെഡിക്കേറ്റഡ് ടു ഹിം. അവിടെ ഇപ്പോൾ എല്ലാവർക്കും ലാലേട്ടൻ ജോഡി എന്താ പറയുമ്പോൾ മഴ വന്നു, അവിടെ സ്റ്റേജിൽ കുറച്ച് വെള്ളം. സോ ഏത് ആർട്ടിസ്റ്റ് വന്നാലും ഹലോ മോനെ ഒരു മിനിറ്റ്, അവിടെ വെള്ളമുണ്ട്, അവിടെ പോകരുത് ഡാൻസ് ചെയ്യുമ്പോൾ. ഇവർ തന്നെ അവിടെ സ്റ്റേജ് അടുത്ത് എല്ലാവരും ആരെ വന്നാലും അവർക്ക് പറയും വെള്ളമുണ്ട്. സ്മോൾ തിങ്സ്. മനസ്സിലായി. മണിക്കുട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? സിനിമ, CCL ക്രിക്കറ്റ് സാറായിരുന്നു ക്യാപ്റ്റൻ, പിന്നെ സ്റ്റേജ് ഷോസ്, അങ്ങനെ ഒരുപാട് സാറോട് സഹകരിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ റീസെൻ്റ്ലി ആയിട്ടൊരു സംഭവം പറയണമെങ്കിൽ നമ്മൾ കുഞ്ഞാലി മരക്കാർ എന്നൊരു സിനിമ വരെ ചെയ്തു കഴിഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് സാർ ആ സിനിമയൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഷോയായിട്ട്, കാരണം സാറ് പഠിച്ച കോളേജിലാണ് ഞാൻ പഠിച്ചത്, ലാൽ സാർ പഠിച്ച കോളേജിലാണ്. അപ്പൊ ലാൽ സാർ അവിടെ ഒരു അറിയപ്പെടുന്ന സ്റ്റാറായിരുന്നു. അപ്പൊ ഇതെപ്പോഴെങ്കിലും സാറിനോട് പറയണമെന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ ഷോ നടക്കുന്ന സമയത്ത് ഒരിക്കൽ സാറിന്റെ കോളേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഈ പ്രണയലേഖനത്തിൻ്റെ കാര്യം വന്നപ്പോൾ നീ അങ്ങനെ കോളേജ് പഠിക്കുമ്പോൾ പ്രേമലേഖനം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമലേഖനം, പക്ഷേ നമ്മളൊന്നും കൊടുത്തൊന്നും അല്ല സാർ, നമ്മളൊരു സീനിയർ അവിടെ ഉണ്ടായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി അപ്പോൾ പ്രേമലേഖനം കൊടുക്കുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു സാർ പ്രേമലേഖനമല്ല, പുള്ളി ചെയ്തതിൻ്റെ പകുതി പോലും ഇപ്പോഴത്തെ തലമുറ ചെയ്തിട്ടില്ല, എല്ലാ കാര്യത്തിലും ഇപ്പോഴത്തെ തലമുറ ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം എൻജോയ് ചെയ്തു, കാരണം പുള്ളി ഒരു നാണത്തിലാ ചിരിയാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെടാം, നീ എന്തായി പറഞ്ഞാന്നല്ലോ. പുള്ളി അതങ്ങ് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞാൽ അതൊക്കെ സത്യമാവട്ടെ.